ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഓസിലേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ 4 ക്ലാസ്സുകൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി. ഈ ക്ലാസ്സിൽ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷനിലെ പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാണ്. സിമ്പിൾ ഹാർമോണിക് മോഷന്റെ പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഓസിലേഷൻസ് ഓഫ് എ ലോഡഡ് സ്പ്രിംഗ്. വെർട്ടിക്കൽ ഓസിലേഷൻസ് ആണെങ്കിലും ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഓസിലേഷൻസ് ആണെങ്കിലും ഒരു സ്പ്രിങ്ങിന്റെ ഓസിലേഷൻസ് സിമ്പിൾ ഹാർമോണിക് ആണ്. കാരണം അവിടെ എ ഈസ് പ്രൊപ്പോർഷണൽ ടു -k/m(x) എന്ന് വന്നു. ദാറ്റ് ഈസ് ആക്സിലറേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഓപ്പോസിറ്റ് ടു ഡിസ്പ്ലേസ്മെന്റ്. അതുകൊണ്ട് അത് സിമ്പിൾ ഹാർമോണിക് ആയി. ആൻഡ് നമ്മൾ അതിൽ നിന്ന് അതിന്റെ പീരിയോഡിന്റെയും ഫ്രീക്വൻസിയുടെയും എക്സ്പ്രഷൻ കണ്ടെത്തി. പീരിയോഡ് ഓഫ് ഓസിലേഷൻസ് ഓഫ് ദ ലോഡഡ് സ്പ്രിംഗ് ഈസ് 2π√m/k and frequency is 1/2π√k/m, where m is the mass of the load and k is spring constant. ഇങ്ങനെ ഒരു ഡെറിവേഷനും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇതേപോലെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യേണ്ടത് സിമ്പിൾ പെൻഡുലം, അതിന്റെ ഓസിലേഷൻസ് സിമ്പിൾ ഹാർമോണിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. മാത്രമല്ല ആ ഓസിലേഷൻസിന്റെ പീരിയോഡും ഫ്രീക്വൻസിയും കണ്ടെത്തണം. പരീക്ഷയ്ക്ക് ഷുവറായി 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഏരിയ. ഒരുപാട് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പോൾ നന്നായി ശ്രദ്ധിച്ചിട്ട് ക്ലാസ്സിൽ എൻ്റെ കൂടെ യാത്ര ചെയ്യാം. എന്താണ് സിമ്പിൾ പെൻഡുലം? നമുക്കറിയാം, ഇത് ലാബ് ചെയ്യാനുള്ളതാണ്. നമ്മളിപ്പോൾ തിയറി ക്ലാസ് ആയതുകൊണ്ട് ലാബിന്റെ സാധനങ്ങൾ ഈ പരിമിതിയിൽ കാണിക്കുന്നില്ല. പക്ഷെ സ്കൂൾ തുറന്നാൽ ലാബിൽ കയറിയിട്ട് ഈ കാര്യങ്ങളൊക്കെ സ്പ്രിംഗ് ആണെങ്കിലും പെൻഡുലം ആണെങ്കിലും ഒക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിന്റെ സിലബസിലെ പ്രാക്ടിക്കൽ എക്സ്പെരിമെന്റ്സ് ആണ്. അപ്പൊ അതവിടെ വിശദമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ തൽക്കാലം അതിന്റെ തിയറി എന്താണ് സിമ്പിൾ പെൻഡുലം നമുക്കറിയാം. ശ്രദ്ധിക്കാട്ടോ, വരയ്ക്കുന്നൊക്കെ ശ്രദ്ധിക്കാം. ഒരു ഉറച്ച സ്ഥലത്ത് നിന്ന് ഒരു നൂല് ഉപയോഗിച്ചുകൊണ്ട് ഒരു ബോബിനെ കെട്ടിത്തൂക്കിയിരിക്കുന്നു. അപ്പൊ ഒരു സ്ട്രിങ് ഉണ്ട്, ഒരു ബോബും ഉണ്ട്. നമ്മളിപ്പോ കാണിച്ചിരിക്കുന്ന ഒരു സ്പെറിക്കൽ ബോബാണ്. ആ സ്പെറിക്കൽ ബോബിന്റെ മാസ് m ആണ്. അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇതാണ്. എന്താ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ? സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മാസ് മുഴുവൻ അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്. അതുപോലെ ഇതിന്റെ വെയിറ്റ് മുഴുവൻ, ഇതിന്റെ ഗ്രാവിറ്റി മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നതായിട്ട്, കോൺസെൻട്രേറ്റ് ചെയ്തതായിട്ട് അസ്യൂം ചെയ്യാവുന്ന പോയിന്റ് ആണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. അതാണ് ഇവിടെ. അതൊരു സ്ഫിയറിക്കൽ ബോബ് ആണെങ്കിൽ, ഒരു സ്ഫിയർ ആണെങ്കിൽ അതിന്റെ ജോമെട്രിക് സെന്റർ തന്നെയായിരിക്കും. അപ്പൊ ആ സ്ഫിയറിന്റെ സെന്റർ തന്നെയാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി, സെന്റർ ഓഫ് മാസും എല്ലാം. ഈ നൂല് അതിന്റെ നീളം, അപ്പൊ m ആണ് ബോബിന്റെ മാസ്. സിമ്പിൾ പെൻഡുലത്തിന്റെ ബോബിന്റെ മാസ് m ആണ്. ഈ സിമ്പിൾ പെൻഡുലത്തിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എവിടുന്നാണോ അത് സസ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയത്, ഫ്രീ ആയത്, എവിടുന്നാണ് അത് സസ്പെൻഡ് ചെയ്തത് ഫ്രീ ആയിട്ട്, അവിടെ മുതൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ബോബ് അല്ലെങ്കിൽ സെന്റർ ഓഫ് മാസ് ഓഫ് ദ ബോബ് വരെയുള്ള ഈ ദൂരമാണ് ലെങ്ത് ഓഫ് ദ പെൻഡുലം. അപ്പൊ L ആണ് ലെങ്ത്. ഏതുവരെയാണ്? സെന്റർ ഓഫ്, പരീക്ഷയ്ക്ക് പ്രാക്ടിക്കലിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം അളക്കുന്ന സമയത്ത്, സസ്പെൻഷൻ ചെയ്ത ആ പോയിന്റിൽ നിന്ന് ബോബിന്റെ മുകളിലേക്കല്ല, ബോബിന്റെ താഴേക്കല്ല, ബോബിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ദൂരം, അതായത് ബോബിന്റെ നടുവിലേക്കുള്ള ദൂരമാണ് ലെങ്ത് ഓഫ് ദ പെൻഡുലം. അപ്പൊ m മാസ് ഉള്ള ഒരു ബോബ് L ലെങ്ത് ഉള്ള ഒരു പെൻഡുലം, ഒരു L ലെങ്ത് ഉള്ള സ്ട്രിംഗ് ഉപയോഗിച്ച് നമ്മൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇനി ഇത് ഓസിലേറ്റ് ചെയ്യുമ്പോൾ ആ ഓസിലേഷൻസ് സിമ്പിൾ ഹാർമോണിക് ആണോ എന്ന് നമുക്ക് പരിശോധിക്കണം. ശ്രദ്ധിക്കുക, ഇതിനെ ഓസിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ അങ്ങനെ കിടന്ന ഓസിലേറ്റ് ചെയ്യില്ലല്ലോ. അപ്പൊ നമ്മൾ അതിനെ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? ഇപ്പൊ ഈ സമയത്ത് ഇതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ എന്തൊക്കെയായിരിക്കും നിങ്ങൾക്കറിയാം. ഇതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ, ഒന്ന് നേരെ താഴേക്ക് mg അല്ലെ, പിന്നെ ഈ നൂല് ബലം പിടിച്ചു നിൽക്കും. നൂല് ലൂസായിട്ട് നിൽക്കോ? ഇല്ല. അപ്പൊ നേരെ മുകളിലേക്ക് ആ നൂലിന്റെ മുകളിലുള്ള ടെൻഷൻ. ഇപ്പോ ഈ ബോഡിയുടെ മുകളില്, ബോബിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന കൺകറന്റ് ഫോഴ്സസ്, അതിന്റെ വെയിറ്റ് mg വെർട്ടിക്കലി ഡൗൺവേർഡ്സ്, ഈ നൂലിന്റെ, ഈ സ്ട്രിങ്ങിന്റെ ടെൻഷൻ വെർട്ടിക്കലി അപ്വേർഡ്സ്. ഇവിടെയാണ് മുറുക്കി കെട്ടിയിരിക്കുന്നത്, കെട്ടിയ ഭാഗത്തേക്കാണ് ടെൻഷൻ എപ്പോഴും ആക്ട് ചെയ്യുക. ഇത് രണ്ടെണ്ണം ഈക്വലന്റ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ആ ബോബ് ഇക്വിലിബ്രിയത്തിലാണ്, അതിന്റെ അവസ്ഥ അല്ലെങ്കിൽ സ്റ്റേറ്റ് മാറില്ല. ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ ഈ ബോബിനെ ഒന്ന് ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവന്നു. അതായത് ഇവിടെ നിന്ന് ഈ ബോബിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയി ഇവിടേക്ക് എത്തിച്ചു. നൗ വാട്ട് ഹാപ്പൻസ്? എന്തായിരിക്കും? ഞാൻ അവിടെ പിടിച്ചു നിൽക്കുകയാണ്, വിട്ടിട്ടില്ല. വിടുന്ന സമയത്ത് എന്താ സംഭവിക്കുക നമ്മൾ നോക്കും. ഞാൻ അങ്ങോട്ട് വിടുന്ന സമയത്ത് നൗ വാട്ട് ആർ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദിസ് ബോൾ? ഞാൻ പിടിച്ചു നിൽക്കുന്ന ഈ കൈ വിടുകയാണ്. അങ്ങനെ പിടിച്ച് ഞാൻ നിൽക്കുകയായിരുന്നു. പിടിച്ചു നിന്നാൽ ഞാൻ ഈക്വിലിബ്രിയത്തിൽ നിൽക്കും, പക്ഷെ കൈയാണ്ട് വിട്ടു. ആ വിടുന്ന ഇൻസ്റ്റന്റില് അതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ എന്തൊക്കെയാണ്? ഞാൻ പിടിച്ച ഫോഴ്സ് വിട്ടു. അപ്പൊ ബാക്കി ഉണ്ടാവുക mg തന്നെയാണ്. m മാസുള്ള ആളാണെങ്കിൽ വെർട്ടിക്കലി ഡൗൺവേർഡ്സ് തന്നെ
ഇതിന് പാരലായിട്ട് തന്നെ വരയ്ക്കണം, വെർട്ടിക്കലായിട്ട്, ഭൂമിക്ക് വെർട്ടിക്കലായിട്ട്, അതായത് നേരത്തെ വരച്ച എം ജിക്ക് പാരൽ തന്നെ. ഇതാണ് ഇപ്പോൾ ആക്ട് ചെയ്യുന്ന വെയിറ്റിന്റെ ഡയറക്ഷൻ, ഗ്രാവിറ്റിയുടെ ഡയറക്ഷൻ. ടെൻഷൻ എപ്പോഴും സ്ട്രിങ്ങിലൂടെ മുറുക്കി കെട്ടിയ ഭാഗം, ഇവിടെയാണ് മുറുക്കി കെട്ടിയിരിക്കുന്നത്. സോ ഇവിടേക്കായിരിക്കും ടെൻഷൻ ആക്ട് ചെയ്യുക. നന്നായി മനസ്സിലാക്കി വരയ്ക്കണം കേട്ടോ. അപ്പോ ടെൻഷൻ സ്ട്രിങ്ങിലൂടെ മുറുക്കി കെട്ടിയ ഭാഗത്തേക്ക് എം ജി അപ്പോഴും വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. ഇപ്പൊ നിങ്ങൾക്ക് ചിത്രം കണ്ടാൽ ഇവർ രണ്ടാക്കാരും നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. നേരത്തെ എം ജിയും ഈ പറഞ്ഞ ടെൻഷനും നേരെ ഓപ്പോസിറ്റ് ആയി ഇക്വിലിബ്രിയത്തിലായിരുന്നു, കാരണം നെറ്റ് ഫോഴ്സ് കൺകറന്റ് ഫോഴ്സസിന്റെ റിസൾട്ടന്റ് 0 ആയി. പക്ഷെ ഇപ്പൊ ഇവർ രണ്ടാക്കാരും നേരെ ഓപ്പോസിറ്റ് അല്ല. ദാറ്റ് ഈസ് കൺകറന്റ് ഫോഴ്സിന്റെ റിസൾട്ടന്റ്. ആരൊക്കെ കൺകറന്റ് ഫോഴ്സസ്? എം ജിയും ടെൻഷനും. എന്താ കൺകറന്റ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ? ഒന്നിൽ കൂടുതൽ ഫോഴ്സുകൾ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്താൽ ദേ ആർ കോൾഡ് കൺകറന്റ് ഫോഴ്സസ്. ലോസ് ഓഫ് മോഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം. ഓക്കെ, അപ്പൊ ഈ സമയത്ത് വാട്ട് ഈസ് ദ റിസൾട്ടന്റ് ഫോഴ്സ്? ഇറ്റ് ഈസ് നോട്ട് 0. നോക്കാം നമുക്ക്. ഈ രണ്ടെണ്ണത്തിനൊക്കെ കൂടിയിട്ട് നമ്മൾ റിസോൾവ് ചെയ്യാൻ നോക്കുകയാണ്. ഇതിന്റെ ആകെ തുക മനസ്സിലാക്കാൻ ഞാൻ ഈ എം ജി എന്ന് പറയുന്ന ഗ്രാവിറ്റിയെ, വെയിറ്റിനെ 2 റെക്ടാങ്കുലർ കമ്പോണൻസ് ആയി റിസോൾവ് ചെയ്യാണ്. നിങ്ങൾ വെക്ടേഴ്സിൽ റെക്ടാങ്കുലർ കമ്പോണൻസ് പഠിച്ചിട്ടുണ്ട്. റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ്, ഏതൊരു വെക്ടറിനെയും ഒരു പ്ലെയിനില്, ഒരു പ്രതലത്തില് 2 മ്യൂച്വലി പെർപെൻഡിക്കുലർ കമ്പോണൻസ് ആയി റിസോൾവ് ചെയ്യാം, പഠിച്ചിട്ടുണ്ട്. അതിനെ പറയുന്ന പേരാണ് റെക്ടാങ്കുലർ കമ്പോണൻസ്. നമ്മൾ ഇവിടെ അത് അപ്ലൈ ചെയ്യാണ്. ഈ എം ജിയെ ഞാൻ 2 റെക്ടാങ്കുലർ കമ്പോണൻസ് ആക്കാണ്. ഒന്ന്, ഈ ടെൻഷന് നേരെ ഓപ്പോസിറ്റ്, ടെൻഷൻ ആൻഡ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പോണന്റ് ഉണ്ടോ നോക്കണ്ടേ? ഇതാണ്. നോക്കൂ, ലെറ്റ് ദിസ് ആംഗിൾ ബി തീറ്റ. ഇപ്പൊ ഞാൻ ഈ പെൻഡുലത്തിന്റെ നൂലും കൊണ്ട് വലിച്ചിട്ടുള്ള ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കും. അപ്പൊ ഈ ആംഗിൾ തീറ്റയാണ്. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഇതേ ലൈൻ തന്നെയാണ് പാരലായിട്ട് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇതേ ലൈൻ തന്നെയാണ് ഇവിടെ സ്ട്രേറ്റ് ലൈൻ കൂട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ രണ്ടാൾക്കാർക്ക് ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റയാണെങ്കിൽ ഇവർക്ക് ഇടയ്ക്കുള്ള ആംഗിൾ തന്നെ ആയിരിക്കും, കാരണം ഇയാൾക്ക് പാരലാണ് ഇയാൾ. സോ ദിസ് ഈസ് ആൾസോ തീറ്റ. ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. അപ്പോ ഈ ആംഗിൾ തീറ്റയാണ്. അപ്പൊ ഈ എം ജിയുടെ ഒരു കമ്പോണന്റ് ഇതായിട്ട് ഞാൻ ഡോട്ട് ഇട്ട് വരച്ചിട്ടുണ്ട്. തീറ്റയുടെ അടുത്തുള്ള കമ്പോണന്റ് നമുക്കറിയാം. ആംഗിളിന് അടുത്ത്, ഒരു ആംഗിളിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആംഗിളിന്റെ അടുത്തുള്ള കമ്പോണന്റ് അഡ്ജസന്റ് സൈഡ് എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾ എടുത്താൽ മതി. കൊസൈൻ കമ്പോണന്റ് ആണ്. അപ്പൊ തീറ്റയുടെ അടുത്തുള്ള കമ്പോണന്റ് എം ജിക്ക്, തീറ്റയുടെ അടുത്തുള്ള കമ്പോണന്റ് എം ജിയുടെ ആരാണ്? കോസ് കമ്പോണന്റ് ആണ്. ദാറ്റ് ഈസ് കോസ് തീറ്റ. എം ജി കോസ് തീറ്റയാണ് ഈ കമ്പോണന്റ്. ഇനി ഇതിന് റെക്ടാങ്കുലർ ആവണം, ഇതിന് പെർപെൻഡിക്കുലർ ആവണം അടുത്ത കമ്പോണന്റ്. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് അങ്ങോട്ട് വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. കാരണം നമ്മളെ എം ജി ഇങ്ങനെ നിൽക്കുന്നത്. ഈ എം ജിയുടെ അപ്പുറപ്പുറമായിട്ടാണ് 2 റെക്ടാങ്കുലർ കമ്പോണൻസ് വേണ്ടത്. അതിലൊരു കമ്പോണന്റ് ഇതാണെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് അങ്ങോട്ട് വരയ്ക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് വരയ്ക്കാം. അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ ആയി ഞാൻ വരയ്ക്കുന്നത് ശ്രദ്ധിക്കുക. ഇതിന് പെർപെൻഡിക്കുലർ ആയി ആ ഡോട്ടുള്ള ഈ 2 ഡോട്ടുകളും പെർപെൻഡിക്കുലർ ആണ്. എം ജി കോസ് തീറ്റ. അപ്പൊ തീറ്റയുടെ അടുത്തല്ലാത്ത ഈ കമ്പോണന്റ് ആയിരിക്കും വരിക? എം ജി സൈൻ തീറ്റ. ഓക്കെ, അപ്പോ എം ജി കോസ് തീറ്റയും എം ജി സൈൻ തീറ്റയായിട്ട് എം ജിനെ റിസോൾവ് ചെയ്തു. നേരത്തെ ഈ പൊസിഷനിൽ, ഇതാണ് അതിന്റെ മീൻ പൊസിഷൻ. മീൻ പൊസിഷനിൽ നിൽക്കുമ്പോൾ ഇതൊന്നും നമുക്ക് റിസോൾവ് ചെയ്യേണ്ടി വന്നില്ല. പക്ഷെ ഇവിടെ നിൽക്കുന്ന സമയത്ത് എം ജി കോസ് തീറ്റ എം ജി സൈൻ തീറ്റയായിട്ട് റിസോൾവ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, ടെൻഷൻ എം ജി കോസ് തീറ്റയായിട്ട് ക്യാൻസൽ ചെയ്ത് പോകും. അവർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് ഈ ഭാഗത്ത് നെറ്റ് ഫോഴ്സ് 0 ആയി. ഇങ്ങനെ ഫോഴ്സ് ഒന്നുമില്ല. പക്ഷേ അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോഴ്സ്, ക്യാൻസൽ ചെയ്യപ്പെടാതെ ഒരു എം ജി സൈൻ തീറ്റ നിൽക്കുന്നുണ്ട്. നേരത്തെ എം ജി ടെൻഷനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്തെങ്കിൽ ഇപ്പോൾ എം ജി കോസ് തീറ്റ മാത്രം ടെൻഷനായിട്ട് ക്യാൻസൽ ചെയ്ത് പോകും. എം ജി സൈൻ തീറ്റ ഈസ് നോട്ട് ക്യാൻസൽ. സോ ദ റിസൾട്ടന്റ് ഫോഴ്സ് നൗ, ശ്രദ്ധിക്കുക, റിസൾട്ടന്റ് ഫോഴ്സ് ഈക്വൽ ടു എം ജി സൈൻ തീറ്റ. അല്ലെ? എം ജി കോസ് തീറ്റ ടെൻഷനായിട്ട് ക്യാൻസൽ ചെയ്തു, എം ജി സൈൻ തീറ്റ ബാക്കി. നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇനി നോക്കൂ, അത് തീറ്റ ഞാൻ ഇങ്ങോട്ട് അളക്കുന്നത്. തീറ്റൊക്കെ എവിടുന്ന് അളക്കുന്നത്? മീൻ പൊസിഷനിൽ. ഈ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ തീറ്റ അങ്ങോട്ട് അളക്കും. ഇങ്ങോട്ടാണ് കൊണ്ടുവരുന്നത്, ഇങ്ങോട്ട് അളക്കും. അപ്പൊ മീൻ പൊസിഷനിലാണ് തീറ്റയൊക്കെ മെഷർ ചെയ്യണം. തീറ്റ അങ്ങോട്ടാണ്, പക്ഷെ എം ജി സൈൻ തീറ്റ അതിനെതിരാണ്, അല്ലെ? ഇങ്ങോട്ടാണ് വന്നത്. അപ്പൊ തീറ്റ അങ്ങോട്ടാണെങ്കിൽ എം ജി സൈൻ തീറ്റ ഇങ്ങോട്ട്. അപ്പൊ തീറ്റയ്ക്ക് എതിരാണ് എം ജി സൈൻ തീറ്റ എന്നുള്ളതുകൊണ്ട് ഞാനൊരു നെഗറ്റീവ് സൈൻ ഇടുക. Negative sign indicates that this mg sin theta is opposite to theta. Resultant force is opposite to theta. തീറ്റയ്ക്ക് എതിരാണ്, മീൻ പൊസിഷനിലേക്കാണ്. മീൻ പൊസിഷനിൽ അങ്ങോട്ടാണ് ആംഗിൾ മെഷർ ചെയ്തത്, അതിനെതിരായിട്ടാണ് എം ജി സൈൻ തീറ്റ. അതായത് ടുവേർഡ്സ് മീൻ പൊസിഷൻ, അല്ലെ? മീൻ പൊസിഷൻ ഇതാണ് നമ്മളുടെ മീൻ പൊസിഷൻ. മീൻ പൊസിഷനിലേക്ക് ഡയറക്റ്റ് ചെയ്തിട്ടാണ് ഈ എം ജി സൈൻ തീറ്റ വന്നത്. അതായത് that force, ആരാണോ മീൻ പൊസിഷനിലേക്ക് തിരിച്ചെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഫോഴ്സ്, that is called restoring force. Therefore restoring force അല്ലേ നമുക്ക് വേണ്ടത്? F equal to minus mg sin theta. Okay, minus mg sin theta. If ശ്രദ്ധിക്കാം, തീറ്റ ഈസ് സ്മോൾ, നമ്മൾ ഈ ആംഗിൾ തിരിച്ചത് വല്ലാതൊന്നും തിരിച്ചില്ല വിചാരിക്കുക. തീറ്റ ചെറുതാണെങ്കിൽ എല്ലാ കണ്ടീഷനിലല്ല, ഈ ചിത്രത്തിലൊക്കെ തീറ്റ വലുതാണ്.
ഈ തീറ്റ സ്മോൾ ആണെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട് മാത്സിൽ, ലിമിറ്റ്സ് എന്ന് പറയും. തീറ്റ ഈസ് സൈൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ. തീറ്റ വളരെ ചെറുതാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ച ഈ ആംപ്ലിറ്റ്യൂഡ്, ഇതിന് ആംപ്ലിറ്റ്യൂഡ് എന്നല്ലേ പറയാം, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. ഈ ആംപ്ലിറ്റ്യൂഡ് ചെറുതാണെങ്കിൽ ഈ ആംഗിൾ ചെറുതാവും. ഈ ആംഗിൾ ചെറുതാവുകയാണെങ്കിൽ ഫോർ സ്മോൾ ആംപ്ലിറ്റ്യൂഡ് ഉള്ള ഓസിലേഷൻ ആണെങ്കിൽ തീറ്റ സ്മോൾ ആയിരിക്കും. തീറ്റ സ്മോൾ ആണെങ്കിൽ സൈൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി തീറ്റയാണ്. therefore f ഈക്വൽ ടു മൈനസ് എം ജി തീറ്റ എന്ന് എഴുതാം. സൈൻ തീറ്റയ്ക്ക് പകരം തീറ്റ എന്ന് എഴുതാം. നമുക്കറിയാം എഫ് ആരാണ്? എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്. ആരുടെ മുകളിൽ ആക്ട് ചെയ്ത ഫോഴ്സാ? ഈ ബോബിന്റെ മുകളിലുള്ള റിസ്റ്റോറിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ റിസൾട്ടന്റ് ഫോഴ്സ് ആണ് ഇപ്പൊ നമുക്ക് എഫ് ആയിട്ട് എഴുതിയത്. അപ്പൊ ബോബിന്റെ മാസ് എം ആണെങ്കിൽ അതിന്റെ നെറ്റ് ഫോഴ്സ് ഈസ് എം എ, വേർ എ ഈസ് ആക്സലറേഷൻ ഓഫ് ദാറ്റ് ബോ. സോ എഫിന് പകരം ന്യൂട്ടന്റെ സെക്കൻഡ് പ്രകാരം എം എന്ന് എഴുതി, ഈക്വൽ ടു മൈനസ് എം ജി തീറ്റ. എം എം ക്യാൻസൽ ചെയ്തു. സോ എ ഈക്വൽ ടു മൈനസ് ജി തീറ്റ എന്ന് കിട്ടി. ഓക്കെ, ശ്രദ്ധിക്കാം. ഈ ആംഗിൾ തീറ്റയാണ്. നമ്മൾ ഇവിടെ നിന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ദൂരം, ഈ ദൂരത്തിന് നമുക്ക് എക്സ് എന്ന് വിളിക്കാം. ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ്. ഇപ്പൊ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ അതിനെ ആംപ്ലിറ്റ്യൂഡ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. അപ്പൊ ഈ ദൂരം എക്സ് ആണെങ്കിൽ ഈ എക്സ് അല്ലേ മാറിക്കൊണ്ടിരിക്കുക ഇങ്ങനെ ആടുമ്പോ. ഇത് ആംഗിൾ ആണ്, ഇത് ആർക്കാണ് അല്ലെ. റേഡിയസിന്റെ സ്ഥാനത്ത് നമുക്ക് സ്ട്രിംഗ് ഉണ്ട്, അതിന്റെ നീളമുണ്ട്. സോ നമുക്കറിയാം ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ് അല്ലെ. ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്കിന്റെ നീളം ബൈ റേഡിയസ്. ആർക്കിന്റെ നീളത്തിന്റെ സ്ഥാനത്ത് എക്സ്, അതായത് ഇവിടുന്ന് ഇവിടേക്ക് പോകുമ്പോൾ ഉണ്ടായിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ്, ഡിവൈഡഡ് ബൈ ഈ റേഡിയസിന്റെ സ്ഥാനത്ത് ഈ നൂലിന്റെ നീളം, ഈ നൂലിന്റെ നീളമൊക്കെ ലെങ്ത് എല്. സോ തീറ്റ ഇസ് ഈക്വൽ ടു എക്സ് ബൈ എൽ, ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. therefore നമുക്ക് തീറ്റയ്ക്ക് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. therefore a is equal to acceleration a is equal to minus g into തീറ്റയുടെ സ്ഥാനത്ത് ഞാൻ എഴുതി x divided by l. ഓക്കെ, അതൊന്നും കൂടി വൃത്തിയാക്കി എഴുതി. a is equal to minus g by l ഒന്നിച്ചെഴുതിയേ into x. ശ്രദ്ധിക്കുക, g acceleration due to gravity at the place, ഈ സ്ഥലത്തെ acceleration due to gravity is constant. so g is constant. സ്ഥലം മാറിയാൽ മാത്രമേ മാറുള്ളൂ. അപ്പൊ ജി കോൺസ്റ്റന്റ് ആണ്. എൽ ലെങ്ത് ഓഫ് ദ പെൻഡുലം, പെൻഡുലത്തിന്റെ നീളം, അത് നമ്മൾ മാറ്റുന്നില്ലെങ്കിൽ എൽ ഈസ് ആൾസോ കോൺസ്റ്റന്റ്. അപ്പൊ ജിയും എല്ലും കോൺസ്റ്റന്റ് ആണ് എന്ന് പറഞ്ഞാൽ എ ഈസ് പ്രപ്പോർഷണൽ ടു മൈനസ് എക്സ് അല്ലെ. എ ഈസ് ഈക്വൽ ടു മൈനസ് ജി ബൈ എൽ. എക്സ് ആണ്, ജി കോൺസ്റ്റന്റ് ആണ് തന്നിട്ടുള്ള സ്ഥലത്ത്. എൽ ലെങ്ത് ഓഫ് ദ സ്ട്രിംഗ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ബാക്കി മാറുന്നത് എക്സ് ആണ്. ഇത് ആടിക്കൊണ്ടിരിക്കുമ്പോൾ മാറുക എക്സ് ആണ്. അടുത്തേക്ക് വരുമ്പോൾ എക്സ് കുറഞ്ഞു വരും, ഇങ്ങോട്ട് പോകുമ്പോൾ എക്സ് നേരെ ഓപ്പോസിറ്റ് കൂടി പോകും, വീണ്ടും തിരിച്ചു വരുമ്പോൾ എക്സ് കുറഞ്ഞു വരും. അപ്പൊ എക്സ് ആണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ജിയും എല്ലും കോൺസ്റ്റന്റ് ആണ് തന്നിട്ടുള്ള സ്ഥലത്ത്, തന്നിട്ടുള്ള പെൻഡുലത്തിന്. സോ ആക്സലറേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഓപ്പോസിറ്റ് ടു ഡിസ്പ്ലേസ്മെന്റ് ഓർ ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ മീൻ പൊസിഷൻ. therefore the oscillations are SHM. അതുകൊണ്ട് സിമ്പിൾ ഹാർമോണിക്കിന്റെ ഓസിലേഷൻ, സിമ്പിൾ പെൻഡുലത്തിന്റെ ഓസിലേഷൻസ് കണ്ടീഷൻ എങ്ങനെയാണെങ്കിലാണ് ഇഫ് തീറ്റ ഈസ് വെരി സ്മോൾ, ദാറ്റ് ഈസ് ഫോർ സ്മോൾ ആംപ്ലിറ്റ്യൂഡ്സ്, ചെറിയ ആംപ്ലിറ്റ്യൂഡുള്ള ഓസിലേഷൻ. തീറ്റ സ്മോൾ എന്ന് പറഞ്ഞാൽ ഫോർ സ്മോൾ ആംപ്ലിറ്റ്യൂഡ്സ് എന്ന് ഓർമ്മിക്കണം. പരീക്ഷയ്ക്കൊക്കെ എപ്പോഴും ചോദിക്കും. സ്മോൾ ആംപ്ലിറ്റ്യൂഡ് ആകുമ്പോൾ, അതായത് ഈ ദൂരം കുറവാകുമ്പോൾ മാത്രമേ തീറ്റ ചെറുതാവുള്ളൂ, അപ്പൊ മാത്രമേ സൈൻ തീറ്റ തീറ്റയാവുള്ളൂ, അപ്പോഴേ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ, അപ്പൊ മാത്രമേ ആ ഓസിലേഷൻസ് SHM ആവുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അതിന് കമ്പയർ ചെയ്യാം. വി നോ a is equal to minus omega square x, ജനറൽ ഇക്വേഷൻ അല്ലെ. സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ആക്സലറേഷന്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തതിന്റെ വെലോസിറ്റിക്ക് ശേഷം ആക്സലറേഷൻ is equal to minus omega square x, where omega is angular frequency. ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ഇവിടെ a ഉണ്ട്, അവിടെ അതേപോലെ ഡിസ്പ്ലേസ്മെന്റ് കാണിക്കുന്ന x ഉണ്ട്, നെഗറ്റീവ് സൈൻ ഉണ്ട്. ബാക്കി ഒമേഗ സ്ക്വയറിന്റെ സ്ഥാനത്ത് യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഒമേഗ സ്ക്വയറിന്റെ സ്ഥാനത്ത് ഇവിടെ വന്നാണ് g by l. So omega equal to root g by l. Okay, omega എന്ന് പറഞ്ഞാൽ angular frequency is 2 pi by period. ശ്രദ്ധിക്കുക, 2 pi by period is equal to root g by l. Okay, therefore ഇവിടെ നിങ്ങൾ സ്റ്റെപ്പ് പോവാണ് കേട്ടോ. പീരിയോഡ് is equal to അങ്ങോട്ട് പോകുമ്പോൾ തക്കൾ തന്നെ തിരിഞ്ഞു വരും 2 pi root l by g. 2 pi root l by g എന്നൊരു വൃത്തിയായിട്ട് എഴുതാൻ. പീരിയോഡ് is equal to 2 pi root l by g. Therefore, frequency is equal to the reciprocal 1 by 2 pi root g by l. ഇതാണ് നമുക്ക് ഡിറൈവ് ചെയ്യാനുള്ളത്. പീരിയോഡിന്റെയും ഫ്രീക്വൻസിന്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്ത്. അപ്പോൾ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്. പലവട്ടം നിങ്ങൾ ശ്രദ്ധിക്കണം, സ്വന്തമായി എഴുതി പഠിക്കണം, അപ്പോഴേ ഇത് പറ്റുള്ളൂ. ക്വസ്റ്റ്യൻ ഇതാണ്. സിമ്പിൾ പെൻഡുലത്തിന്റെ ഓസിലേഷൻസ് സിമ്പിൾ ഹാർമോണിക് ആണെന്ന് തെളിയിക്കുക ഫോർ സ്മോൾ ആംപ്ലിറ്റ്യൂഡ്. ചെറിയ ആംപ്ലിറ്റ്യൂഡുള്ള ഓസിലേഷൻ, തീറ്റ ചെറുതാവണം. രണ്ടാമത്തെ കാര്യം, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ പീരിയോഡ് ഓഫ് ദാറ്റ് ഓസിലേഷൻ, ഫ്രീക്വൻസി ഓഫ് ദാറ്റ് ഓസിലേഷൻ. നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഡിറൈവ് ചെയ്യണം. അപ്പോൾ ഈ വെക്റ്റർ ഡയഗ്രം നന്നായിട്ട് വരയ്ക്കാൻ അറിയണം.
എങ്ങനെയാണ് വെയിറ്റിനെ റിസോൾവ് ചെയ്തതെന്ന് അറിയണം. ആ വെയിറ്റിനെ റിസോൾവ് ചെയ്യുമ്പോൾ ടെൻഷനെ എം ജി കോസ് തീറ്റ ക്യാൻസൽ ചെയ്തായിട്ട് മനസ്സിലാവണം. ക്യാൻസൽ ചെയ്യപ്പെടാതെ അൺകാൻസൽഡ് ആയിട്ട് അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എം ജി സൈൻ തീറ്റ ഡുവേർഡ്സ് എ മീൻ പൊസിഷൻ. ഇതേപോലെ ഇങ്ങോട്ട് പോയാലും നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റണം. ഈ സൈഡിലേക്ക് പോയാലും അപ്പൊ ഇങ്ങോട്ടായിരിക്കും ഈ എം ജി സൈൻ തീറ്റ കാണിക്കാൻ പറ്റണം. അത് തീറ്റയ്ക്ക് ഒപ്പോസിറ്റ് ആയതുകൊണ്ട് മൈനസ് സൈൻ ഇടാൻ മറക്കരുത്. തീറ്റ സ്മോൾ ആവുന്ന കേസിൽ മാത്രമേ നമ്മൾ ഇത് എസ് എച്ച് എം ആണെന്ന് പറയുള്ളൂ. അപ്പൊ മാത്രമാണ് സൈൻ തീറ്റ തീറ്റയാവുക. അപ്പൊ മൈനസ് എം ജി തീറ്റ എന്ന് എഴുതും. അവിടുന്ന് എം എക്ക് ഇക്വേറ്റ് ചെയ്യുക, എം ക്യാൻസൽ ചെയ്യുക. പിന്നെ ഈ തീറ്റനെ ഒഴിവാക്കാൻ വേണ്ടി ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് ഉപയോഗിക്കുക. ആർക്കിന്റെ സ്ഥാനത്ത് സഞ്ചരിച്ച ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇത്. ആംഗിൾ ആണ് ഇത്. ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് എക്സ് ആണ്. അപ്പൊ അവിടെ എക്സിനെ കൊണ്ടുവന്ന് എക്സ് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റണം. അപ്പൊ ഡെറിവേഷൻസ് നന്നായി എഴുതി പഠിക്കേണ്ടതാണ്. ഓക്കെ, നമ്മൾ മുന്നോട്ട് പോവുകയാണ്. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ് ഡിസ്കസ് ചെയ്ത്. വീണ്ടും വീണ്ടും നിങ്ങൾ പോസ് ചെയ്ത് കാണുക, പഠിക്കുക. ഇതിന്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് കൂടി നമുക്ക് ചെയ്യാനുണ്ട്. എന്നാലേ നമുക്ക് ഈ ക്ലാസ്സിനെ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. കുറച്ച് അഡീഷണൽ ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരും. അതിൽ ആദ്യം ഇപ്പൊ നമ്മൾ എഴുതിയ ഫോർമുല എന്തായിരുന്നു? ആ ഫോർമുല എപ്പോഴും ബൈ ഹാർട്ട് പഠിക്കുക. എന്തായിരുന്നു ഫോർമുല പറഞ്ഞത്? പീരിയോഡ് ടി ഈസ് ഈക്വൽ ടു 2 പൈ റൂട്ട് എൽ ബൈ ജി or frequency nu is equal to 1 by 2 pi root g by L, where L is length of the pendulum. എവിടുന്നാണ് ലെങ്ത് ഓഫ് ദ പെൻഡുലം അളക്കുക? പോയിന്റ് ഓഫ് സസ്പെൻഷനിൽ നിന്ന് ബോബിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ദൂരം. ജി എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ള സ്ഥലത്തെ ആക്സലറേഷൻ ടു ഗ്രാവിറ്റി. പീരിയോഡ് എന്ന് പറഞ്ഞാൽ ടൈം ഫോർ വൺ കംപ്ലീറ്റ് ഓസിലേഷൻ അറിയാം. അപ്പൊ അതിന്റെ റെസിപ്രോക്കലാണ് ഫ്രീക്വൻസി. ഇനി നമുക്ക് അറിയേണ്ട ഒരു പുതിയ സാധനമാണ് സെക്കൻഡ് പെൻഡുലം. ഓർമ്മയിൽ വെക്കണം. പരീക്ഷയ്ക്ക് ഒരു മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് പിന്നാലെ സെക്കൻഡ് പെൻഡുലം എന്ന് പറഞ്ഞാൽ പീരിയോഡ് 2 സെക്കൻഡ് ഉള്ള പെൻഡുലത്തിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡ് പെൻഡുലം. സെക്കൻഡ് എന്നുള്ള ഉദ്ദേശിച്ച് 2 എന്നുള്ള അർത്ഥത്തിൽ തന്നെ സെക്കൻഡ് പെൻഡുലം എന്ന് പറഞ്ഞാൽ പീരിയോഡ് 2 സെക്കൻഡ്. ഒരു പ്രാവശ്യം ഫുൾ ഓസിലേഷൻ, അതായത് അങ്ങോട്ട് പോയി തിരിച്ചിങ്ങോട്ട് വരാൻ എടുക്കുന്ന സമയം 2 സെക്കൻഡ് ആണെങ്കിൽ, ഇപ്പൊ എന്റെ ഈ കൈയാണ് വിചാരിച്ചോളാം, ഈ കൈ ഒരു പെൻഡലായിട്ട് വിചാരിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് പോയി തിരിച്ചിങ്ങോട്ട് വരാൻ എടുക്കുന്ന സമയത്തിനെ പറയുന്ന പേരാണ് പീരിയോഡ്. അത് സ്മോൾ ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ മാത്രമേ, വലിയ ആംപ്ലിറ്റ്യൂഡ് ഇപ്പൊ ഞാൻ അത്രയ്ക്ക് ആംഗിളിൽ തിരിച്ചാൽ അതൊന്നും സിമ്പിൾ ഹാർമോണിക് ഒന്നും അല്ല. അപ്പൊ സ്മോൾ ആംപ്ലിറ്റ്യൂഡുള്ള ഓസിലേഷൻസിൽ 2 സെക്കൻഡ് ആണ് പീരിയോഡ് ഓഫ് ദ പെൻഡുലം എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡ് പെൻഡുലം. പീരിയോഡ് 2 സെക്കൻഡ് ആണെങ്കിൽ ഈ ഫോർമുലയിൽ എന്തായിരിക്കും വരിക? ടി ഈസ് ഈക്വൽ ടു 2 പൈ റൂട്ട് എൽ ബൈ ജി. നമുക്കൊന്ന് സ്ക്വയർ ചെയ്യാം. ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 പൈ സ്ക്വയർ എൽ ബൈ ജി അല്ലെ. 2 ഭാഗത്ത് സ്ക്വയർ ചെയ്തു. ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 പൈ സ്ക്വയർ ചെയ്തപ്പോൾ 4 പൈ സ്ക്വയർ റൂട്ട് എൽ ബൈ ജി സ്ക്വയർ ചെയ്തപ്പോൾ എൽ ബൈ ജി. ടി സ്ക്വയറിന്റെ സ്ഥാനത്ത് 2 സ്ക്വയർ അപ്പൊ 4. സെക്കൻഡ് പെൻഡുലത്തിന് ടി 2 ആണ്. അപ്പൊ ടി സ്ക്വയർ 4 ഈക്വൽ ടു 4 പൈ സ്ക്വയർ എൽ ബൈ ജി. 4 ഉം 4 ഉം ക്യാൻസൽ ചെയ്ത് നമുക്ക് ലെങ്ത് ഓഫ് ദ പെൻഡുലം, സെക്കൻഡ് പെൻഡുലത്തിന്റെ നീളം എത്രയായിരിക്കും? എൽ ഇസ് ഈക്വൽ ടു നിങ്ങൾക്ക് വരിക ജി ഡിവൈഡഡ് ബൈ പൈ സ്ക്വയർ എന്ന് കിട്ടും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മീറ്റർ എന്ന് കിട്ടും. ജി 9.8 ആണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. പൈ സ്ക്വയറിന്റെ വാല്യൂ 3.14 സ്ക്വയർ 9.8 ആയിരിക്കും. അപ്പൊ എല്ലിന്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടുക 1 മീറ്റർ ആണ്. അപ്പൊ 1 മീറ്റർ നീളമുള്ള ഒരു പെൻഡുലം സ്മോൾ ആംപ്ലിറ്റ്യൂഡുള്ള ഓസിലേഷൻ ആണെങ്കിൽ പീരിയോഡ് 2 സെക്കൻഡ് ആയിരിക്കും. ആ ഓസിലേഷൻ ചെയ്യുമ്പോൾ ആ പെൻഡുലത്തിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡ് പെൻഡുലം. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു പ്രാവശ്യം ഈ പെൻഡുലം, ഞാനിതാണ് കൈയാണ് കാണിക്കുന്നത്, ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് തിരിച്ചു വരാൻ എടുക്കുന്ന സമയമാണ് 2 സെക്കൻഡ്. ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് തിരിച്ചെടുക്കാൻ എടുക്കുന്ന സമയമാണ് 2 സെക്കൻഡ്. ഇതിന്റെ മൊത്തം നീളമാണ് ഇപ്പൊ പറഞ്ഞത് 1 മീറ്റർ. അപ്പൊ അങ്ങോട്ട് പോകാൻ എത്ര സമയം എടുക്കും? 1 സെക്കൻഡ്. തിരിച്ചിങ്ങോട്ട് വരാൻ 1 സെക്കൻഡ്. അപ്പൊ 2 സെക്കൻഡ് ആയി. അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ 1 സെക്കൻഡ് കഴിഞ്ഞു, ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും 1 സെക്കൻഡ് കഴിഞ്ഞു, വീണ്ടും അങ്ങോട്ട് പോകുമ്പോൾ 1 സെക്കൻഡ് കഴിഞ്ഞു, വീണ്ടും ഇങ്ങോട്ട് വരുമ്പോൾ 1 സെക്കൻഡ് കഴിഞ്ഞു, വീണ്ടും അങ്ങോട്ട് പോകുമ്പോൾ 1 സെക്കൻഡ് കഴിഞ്ഞു, വീണ്ടും ഇങ്ങോട്ട് വരുമ്പോൾ 1 സെക്കൻഡ് കഴിഞ്ഞു, എക്സെട്ര. അതായത് ഒരു പ്രാവശ്യം അത് അങ്ങോട്ട് പോകുമ്പോൾ 1 സെക്കൻഡ് കഴിയും. അപ്പൊ ഇതൊരു ക്ലോക്ക് ആയിട്ട് ഉപയോഗിച്ചുകൂടെ സമയം അളക്കാൻ? അപ്പൊ ടിക്ക് എന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യം അങ്ങോട്ട് പോയി, ടിക്ക് തിരിച്ചിങ്ങോട്ട് വന്നു. അപ്പൊ ഓരോ സെക്കൻഡാണ്. ഇതിനെ നമുക്ക് സെക്കൻഡ് പെൻഡുലത്തിനെ ഒരു ക്ലോക്ക് ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ ഒരു പ്രാവശ്യം ഒരു പകുതി ആട്ടാടുമ്പോൾ 1 സെക്കൻഡ് ആയി എന്നർത്ഥം. അപ്പൊ സെക്കൻഡ് പെൻഡുലം ക്യാൻ ബി യൂസ്ഡ് ആസ് എ പെൻഡുലം ക്ലോക്ക്. പെൻഡുലം ക്ലോക്കിന്റെ പ്രിൻസിപ്പിൾ ആണ് ഈ പറഞ്ഞ സെക്കൻഡ് പെൻഡുലം. ഓർമ്മയിൽ വെക്കുക. ഇനി നമുക്ക് അടുത്ത കാര്യം ഡിസ്കസ് ചെയ്യാനുള്ളത്, ഈ ടി സമം 2 പൈ റൂട്ട് എൽ ജി എന്തിനെ കേട്ട് ഡിപ്പെൻഡ് ചെയ്യും? നമുക്കറിയാം ടി ഈസ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് എൽ, ടി ഈസ് പ്രൊപ്പോർഷണൽ ടു 1 ബൈ റൂട്ട് ജി. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇൻഡിപെൻഡന്റ്, ഇതിലൊക്കെ ഈ കേസിലാണ് കേട്ടോ, ഇതില് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ്. ബോബിന്റെ മാസിനായിട്ട് ബന്ധമില്ല. ആൻഡ് ഇൻഡിപെൻഡന്റ് ഓഫ് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡിനായിട്ടും ബന്ധമില്ല. പക്ഷെ ആംപ്ലിറ്റ്യൂഡ് സ്മോൾ ആംപ്ലിറ്റ്യൂഡ് ആവണമെന്ന് മാത്രമേ ഉള്ളൂ. ആംപ്ലിറ്റ്യൂഡ് എത്രയാണെന്ന് കൃത്യം നിർബന്ധമില്ല. ആംപ്ലിറ്റ്യൂഡ് സ്മോൾ ആണെങ്കിൽ ഏത് ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിലും അതിന്റെ പീരിയോഡ് സെയിം. അപ്പൊ കുറച്ച് ദൂരം കൂടുതൽ പോയി എന്ന് വിചാരിച്ചിട്ട് ആംപ്ലിറ്റ്യൂഡ് കുറച്ച് കൂടുതലായി എന്ന് വിചാരിച്ചിട്ട് പീരിയോഡ് കൂടാനൊന്നും പോകുന്നില്ല. ഫോർ സ്മോൾ ആംപ്ലിറ്റ്യൂഡ്സ് ദ പീരിയോഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ആംപ്ലിറ്റ്യൂഡ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് ഓഫ് ദ ബോബ്. ഒരു മാസ് കുറഞ്ഞ ബോബും മാസ് കൂടുതലുള്ള ബോബും തൂക്കിയിട്ട് കഴിഞ്ഞാൽ
പീരിയോഡിന് മാറ്റം ഉണ്ടാവില്ല എന്ന് ചുരുക്കം. അതേ സമയത്ത് ലെങ്ത് മാറിയാൽ മാറും. റൂട്ട് എല്ലിന് പ്രൊപ്പോർഷനാണ്. നീളം കൂടുമ്പോൾ കൂടും. അതിങ്ങനെയാണ് പ്രൊപ്പോർഷനാലിറ്റി. ഇനി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, സ്ഥലം മാറി കഴിഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാറും. അതിനനുസരിച്ച് പീരിയോഡ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുന്നതിനനുസരിച്ച് കുറയുകയും ചെയ്യും. ചില ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. ഇപ്പൊ സാധാരണ നിലയ്ക്ക് സ്വിംഗ്, ഊഞ്ഞാലാടുന്നത് സിമ്പിൾ പെൻഡലായിട്ട് എടുക്കാം നിങ്ങൾ സ്മോൾ ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ. അപ്പൊ ഇരുന്നും ആടും നിന്നിട്ടും ആടും. അവിടെ സെന്റർ ഓഫ് മാസ് ഇരിക്കുന്ന സമയത്ത് സെന്റർ ഓഫ് മാസ് താഴെയാണ് അല്ലെ. നമ്മളാണ് ഇരുന്നാടണമെങ്കിൽ നമ്മുടെ സെന്റർ ഓഫ് മാസ് ഏതാണ്ട് പൊക്കിളിന്റെ അടുത്ത് വരും. അപ്പൊ നമ്മൾ ഇരിക്കുന്ന സമയത്ത് സെന്റർ ഓഫ് മാസ് താഴ്ന്നിരിക്കും. അപ്പോൾ സസ്പെൻഷൻ സ്ഥലത്തുനിന്ന് താഴത്തേക്ക് നമ്മുടെ പൊക്കിളിലേക്കുള്ള ദൂരം, സെന്റർ ഓഫ് മാസിലേക്കുള്ള ദൂരം കൂടുതലായിരിക്കും. അപ്പൊ ലെങ്ത് കൂടും. ലെങ്ത് കൂടുമ്പോൾ പീരിയോഡ് കൂടും. അപ്പൊ നമ്മൾ ഇരുന്ന് ആടുന്ന സമയത്ത് പീരിയോഡ് കൂടും. പീരിയോഡ് കൂടും എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി കുറയും. നേരത്തെ റെസിപ്രോക്കൽ അല്ലേ, ഫ്രീക്വൻസി കുറയും. ഫ്രീക്വൻസി കുറയും എന്ന് പറഞ്ഞാൽ വേഗത്തിലാടും. അപ്പൊ ഇരുന്ന് ആടുമ്പോൾ വേഗത്തിൽ നമ്മൾ ആടും, പീരിയോഡ് കൂടുതലായിരിക്കും. ഫ്രീക്വൻസി കുറവായിരിക്കും, മെല്ലെ ആടും. ഇരുന്നിട്ട് ആടുന്ന സമയത്ത് പീരിയോഡ് കൂടുതലായിരിക്കും. ലെങ്ത് കൂടുതലായതുകൊണ്ട് സെന്റർ ഓഫ് മാസ് താഴ്ന്നിരിക്കും നമ്മൾ ഇരിക്കുമ്പോൾ. അതുകൊണ്ട് നീളം കൂടും. നീളം കൂടുമ്പോൾ പീരിയോഡ് കൂടും. പീരിയോഡ് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയും. അതുകൊണ്ട് മെല്ലെ ആയിരിക്കും ആട്. അതേസമയത്ത് നമ്മൾ നിൽക്കുന്ന സമയത്ത് സെന്റർ ഓഫ് മാസ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും, പൊക്കിൾ മുകളിലേക്ക് വരും. അപ്പൊ പോയിന്റ് ഓഫ് സസ്പെൻഷൻ പൊക്കിളിലേക്കുള്ള ദൂരം കുറയും. ലെങ്ത് ഓഫ് ദ പെൻഡുലം കുറയും. ലെങ്ത് ഓഫ് ദ പെൻഡുലം കുറഞ്ഞാൽ പീരിയോഡ് കുറയും. പീരിയോഡ് കുറയും. പീരിയോഡ് കുറഞ്ഞാൽ ഫ്രീക്വൻസി കൂടും. ഫ്രീക്വൻസി കൂടിയാൽ വേഗത്തിൽ ആടാൻ തുടങ്ങും. അപ്പൊ നിന്ന് ആടുമ്പോൾ വേഗത്തിൽ ആടും, സ്പീഡ് ഓഫ് ഓസിലേഷൻ കൂടുതലായിരിക്കും. ഇരുന്ന് ആടുമ്പോൾ സ്പീഡ് ഓഫ് ഓസിലേഷൻ കുറവായിരിക്കും. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സ്ഥിരം ചോദ്യമാണ്. അടുത്ത ചോദ്യം, നിങ്ങൾ ഒരു സാറ്റലൈറ്റിലാണ് പെൻഡുലത്തിനെ വെക്കുന്നത് വിചാരിക്കുക. ഒരു സാറ്റലൈറ്റ് കറങ്ങിക്കൊണ്ടിരിക്കുക. സാറ്റലൈറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സാറ്റലൈറ്റിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാവും? അവിടെ ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമ്മളെ വെയിറ്റ് ഉണ്ടാക്കാനല്ല ഉപയോഗിക്കുക, സെൻട്രിപീറ്റൽ ഫോഴ്സ് ആയിട്ടാണ് ഉപയോഗിക്കുക. അപ്പൊ സാറ്റലൈറ്റിൽ ഇരിക്കുന്ന സമയത്ത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 ആണെങ്കിൽ, G = 0 ആണെങ്കിൽ പീരിയോഡ് ഈസ് ഇൻഫിനിറ്റി. ഡിനോമിനേറ്റർ ആണ്. അപ്പൊ പീരിയോഡ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി തിരിച്ചെടുക്കാൻ ഇൻഫിനിറ്റ് ടൈം. അല്ലെങ്കിൽ ഫ്രീക്വൻസി ഈസ് ഇക്വൽ ടു 0. G ന്യൂമറേറ്ററിലാണ്. ഫ്രീക്വൻസി 0 ആവും, പീരിയോഡ് ഇൻഫിനിറ്റി ആവും. ഇറ്റ് വിൽ നോട്ട് ഓസിലേറ്റ്. അപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലം ഒരു സാറ്റലൈറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് നിങ്ങൾ ഓസിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ അതിന്റെ പീരിയോഡ് ഇൻഫിനിറ്റി അല്ലെങ്കിൽ ഫ്രീക്വൻസി 0, ഇറ്റ് വിൽ നോട്ട് ഓസിലേറ്റ്. ഒരു ലിഫ്റ്റിലാണെങ്കിൽ ഇതേപോലെ ലിഫ്റ്റ് മുകളിലേക്ക് ആക്സലറേഷനോടുകൂടി കയറിപ്പോയാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടും. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുതലാവുമ്പോൾ അല്ലെ, ലിഫ്റ്റ് മുകളിലേക്ക് പോകുമ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടും, പീരിയോഡ് കുറയും, ഫ്രീക്വൻസി കൂടും. ലിഫ്റ്റിന്റെ കയറ് പൊട്ടി താഴേക്ക് ഫ്രീ ആയി ഫോളോ ചെയ്യുന്ന സമയത്ത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിലാണ് താഴത്തേക്ക് വരിക. അപ്പൊ G = 0 ആവും. G 0 ആവുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുക? പീരിയോഡ് ഇൻഫിനിറ്റി ആവും, ഫ്രീക്വൻസി 0 ആവും. ലിഫ്റ്റിന്റെ കയറ് പൊട്ടിയ ലിഫ്റ്റിലാണ് സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുന്നത്. ചന്ദ്രനിൽ പോയാൽ എന്താണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് സംഭവിക്കുക? ചന്ദ്രനിൽ പോയ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 6 ചുരുങ്ങും അല്ലെ. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറഞ്ഞാൽ പീരിയോഡ് കൂടും. അപ്പൊ ഭൂമിയിൽ ഓസിലേറ്റ് ചെയ്ത പെൻഡുലം ചന്ദ്രനിലെത്തിയാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറഞ്ഞത് കൊണ്ട് പീരിയോഡ് കൂടുതലായിരിക്കും, ഫ്രീക്വൻസി കുറവായിരിക്കും. ഇത്തരം ചോദ്യങ്ങളൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസും പ്രോബ്ലങ്ങളും ഒക്കെ ഈ ഫോർമുലയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടി ഇതിന്റെ ബന്ധപ്പെട്ട അപ്ലിക്കേഷൻസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.